ശ്രീ ഗണപതായ നമഃ. വിഘ്നമസ്തു. ഇന്ന് ഒരു കൃഷ്ണാനുഭവമാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും എൻ്റെ ചെറിയ കഥ കേട്ട് സന്തോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കൽ കൃഷ്ണനെയും കാത്ത് ഒരു മുത്തശ്ശൻ കൃഷ്ണൻ്റെ കൊട്ടാരത്തിനടുത്ത് താമസിച്ചിരുന്നു. അദ്ദേഹം കൃഷ്ണനെ എപ്പോഴും ഭജിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കണ്ട് അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടി ഒരു പട്ടുകോണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ഈ ഗോപികന്മാരെല്ലാവരും വന്നിട്ട് കൃഷ്ണനെ കുറ്റം പറയും. എപ്പോഴും കൃഷ്ണൻ വെണ്ണ കട്ടു എന്ന് പറയും, അല്ലെങ്കിൽ അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും, കൂട്ടുകാർ വന്ന് കലോടിച്ചു എന്ന് പറയും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ മുത്തച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. പ്രായമുള്ള കാരണം കൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അന്നൊരു 3-3.5 വയസ്സേ ഉള്ളൂ കൃഷ്ണന്. അങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യശോദര കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഇടാതെ ആ ഡ്രസ്സ് ഇടാതെ അങ്ങനെ തന്നെ ഒരു ഓട്ടം ചെന്ന് കയറിയത് ഈ മുത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു. ചെന്ന വശം മരിയങ്കാലത്തിൽ കയറിയിരുന്നു. മുത്തച്ഛൻ പെട്ടെന്ന് അത്ഭുതത്തോടു കൂടി നോക്കുകയും ഈ ഗോപികന്മാരും യശോദരയും കൂടി ഓടി വന്ന് മുത്തച്ഛനോട് ചോദിച്ചു, കണ്ണനെ കണ്ടോ, കണ്ണനെ കണ്ടോ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പതുക്കെ കണ്ണോട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ണൻ അതിൽ നിന്ന് പതുക്കെ മൂടി തുറന്ന് കണ്ണോട് കാട്ടും വായെ അടച്ചു പിടിക്കും. പറയരുത്, ഞാൻ അവിടെ ഉണ്ടെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ കാണിച്ചപ്പോൾ നേരെ ഈ ഗോപികന്മാരോടും അമ്മോടും നുണ പറയും. ഞാൻ കണ്ടില്ല, എവിടേക്ക് ഓടിയെന്ന് ഞാൻ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി പോവുകയും പെട്ടെന്ന് കലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഇദ്ദേഹം ഒരു പട്ടുകോണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണന് കൊടുക്കാനായിട്ട്. ആ പട്ടുകോണം എടുത്ത് ഉടിപ്പിച്ചു. എന്നിട്ട് കണ്ണനോട് പറയും, അങ്ങ് ചെറിയ ആളാണെങ്കിലും ഭയങ്കര ശക്തിയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങേ കണ്ടതിന് ഭയങ്കര സന്തോഷം എന്ന് പറയുകയും അപ്പോൾ ഉണ്ണിക്കണ്ണൻ ചോദിക്കും, എന്താണ് വേണ്ടത്? എനിക്ക് പട്ടുകോണം തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വത്ത് വേണോ, സ്വർണം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ പറയും, ഈ വയസ്സായി എനിക്ക് എന്തിനാണ് സ്വത്തും പൊന്നും ഒക്കെ, എനിക്ക് മോക്ഷം തരണമെന്ന് പറയും. അങ്ങനെ ഈ അദ്ദേഹത്തിനോട് കണ്ണൻ പറയുകയാണ്, നാമം ജപിച്ചോളൂ. നാമം ജപിക്കുന്നതിനുള്ള ഒരു ഇതാണ്, എപ്പോഴും നാമം ജപിച്ചാൽ അതനുസരിച്ച് ഭഗവാൻ നമുക്കതിനുള്ള ദേഷ്യം അതുപോലുള്ള ദുഷ്ടതരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നാമം ജപിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ പട്ടുകോണം എടുത്തിട്ടാണ്. അപ്പോൾ ഈ പട്ടുകോണം കണ്ടപ്പോൾ അമ്മയ്ക്ക് ചിരിയും വന്നു, ദേഷ്യം വന്നു. എവിടെയായിരുന്നു നീ എന്നിട്ട് എവിടുന്ന് ഈ പട്ടുകോണം, എവിടുന്ന് നീ കട്ടുകൊടുന്ന പട്ടുകോണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചു കൊണ്ട് പറയും, അമ്മേ ഇത് എനിക്കൊരു പാവപ്പെട്ട മനുഷ്യൻ തന്നതാണ്, ഒരു മുത്തശ്ശൻ തന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിച്ച് സന്തോഷിച്ച് അമ്മ അവനെ സന്തോഷത്തോടു കൂടി മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ സന്തോഷം. ഇതാണ് ചെറിയൊരു കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.